ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയ മസാലയാണ് കേട്ടോ. സോയ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയ മസാല ആയിട്ട് എടുക്കാം, സോയ റോസ്റ്റ് ആയിട്ട് എടുക്കാം, സോയ ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോടെ വേണമെന്നുണ്ടെങ്കിൽ സോയ മസാല ആയിട്ട് എടുക്കാം, കുറച്ച് ഗ്രേവി പുരണ്ടിരിക്കുന്ന രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ സോയ റോസ്റ്റ് ആക്കി എടുക്കാം, നന്നായിട്ട് ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ സോയ ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കാം. ഇത് ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റിൽ വരുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടും, നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാനിപ്പോൾ പറയാം, നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. വെജിറ്റേറിയൻസ് ആ ഒരു സ്റ്റേജ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സോയ റോസ്റ്റ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 50 ഗ്രാം സോയ 1 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മീഡിയം വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട്, 1 മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് യൂസ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കാം. ആദ്യം നമുക്ക് ഈ സോയ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്യാം. വലിയ സോയ ആണെങ്കിൽ, ചെറുതാണെങ്കിൽ നമുക്ക് മുഴുവനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോയ 2ആയിട്ട് 4ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിപ്പം അനുസരിച്ച്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം ചേർക്കുക, ഇല്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ പിന്നീട് ചേർക്കുക. ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. സവോളയുടെ കളറ് നന്നായിട്ട് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ സവോള ഇനി നന്നായിട്ട് കളറ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിപ്പോൾ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവോളയുടെ കളർ നന്നായിട്ട് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോള ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് സവോളയുടെ കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പൊടികളൊക്കെ അടുപ്പിച്ച് വെക്കണം. നമ്മുടെ സവോള ഇത്രയും കുക്കായാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് വീണ്ടും കുക്ക് ചെയ്യാം. തക്കാളി 1-1.5 ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. ഞാനിപ്പോൾ 1 തക്കാളി ചേർക്കുന്നുള്ളൂ. തക്കാളി ചേർത്തിട്ട് നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റത്തേക്ക് അടച്ച് വയ്ക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. തക്കാളി ഉടഞ്ഞ് ചേരണം ഈ ഒരു ഗ്രേവിയിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ചേർത്തിട്ട് അടച്ച് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടോ. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഇടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ കൂടുതൽ വേണ്ട കേട്ടോ. സോയ ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ കുറവ് മതി. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മുടെ കറിക്കൊരു നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർക്കാം. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് ചിക്കൻ കറിയുടെ ഫ്ലേവറുള്ള സോയ മസാലയാണല്ലോ വേണ്ടത്. അപ്പോൾ 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതെല്ലാം ചേർത്ത് 1 മിനിറ്റ് മാത്രം ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, ഇത് വെജിറ്റേറിയൻസ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്തില്ലല്ലോ സവോള വഴറ്റിയപ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ, ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ചിക്കൻ ക്യൂബ്സ് ചേർക്കുന്നത്. ഇത് സ്കിപ്പബിളാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഞാനൊരു 2 ചിക്കൻ ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ഈ ചിക്കൻ ക്യൂബ്സിൻ്റെ ഉപ്പും കൂടി നമ്മളൊന്ന് കണക്ക് കൂട്ടിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. ചിക്കൻ ക്യൂബ്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇതിലേക്ക് നമുക്കിനി നമ്മുടെ സോയ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ ക്യൂബ്സ് ഒന്ന് നന്നായിട്ട് ഉടച്ച് ചേർക്കാം. ഇനി ഞാനിപ്പോൾ സോയയും കൂടി ചേർക്കുകയാണ്. സോയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം മാത്രം ചേർക്കുക കേട്ടോ. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം മാത്രം ചേർത്തിട്ട് കറി ഉണ്ടാക്കുക. ആദ്യം നമ്മൾ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർക്കാൻ പാടുള്ളൂ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. നല്ല തിളച്ച വെള്ളം വേണ്ട, ചെറുതായിട്ട് ചൂടായ വെള്ളം മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊരു 8 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് കുക്കായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം, അതുവരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ദാ നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ വെള്ളം കുറവാണ്, ഞാനൊരു 1/2 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ടോട്ടൽ 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയ റോസ്റ്റ് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയും ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇത്രയും ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. ഇത്രയും എണ്ണ തെളിഞ്ഞ് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാകത്തിൽ, ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചുകൂടി ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വയ്ക്കുക. ഇനി അടച്ചു വയ്ക്കരുത്. ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് ആ സവോളയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വരും. ഒരുപാട് സവോളയൊന്നും കാണില്ല കേട്ടോ നമ്മൾ കറി റെഡിയാക്കി വരുമ്പോൾ. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി ഒന്നും കാണാനേ ഇല്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 പിഞ്ച് പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് ലാസ്റ്റ് മാത്രം ചേർക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. പക്ഷേ ചൂടൊന്ന് മാറിയിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് ചേർത്തിട്ട് വേണമെങ്കിൽ ഇളക്കി മിക്സ് ചെയ്യാം ഈ ഒരു സ്റ്റേജിലാണെങ്കിലും. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയ റോസ്റ്റിൻ്റെ പരിപാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. ഇനി ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയാണോ, ചപ്പാത്തിയുടെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ, എന്തിൻ്റെ കൂടെയാണോ കൂടുതൽ ഇഷ്ടമായതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.